ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പം സോ നമ്മൾ കുറച്ചു നേരം മുടി കെട്ടണോ അരിച്ചിടണോ എന്നൊക്കെ ആയിരുന്നു. സോ അവസാനം അരിച്ചിടാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 9 മണിയായി, 9:30 ആകുമ്പോഴത്തേക്ക് സോ സ്റ്റാർട്ട്. ഇതായിരുന്നു കേട്ടോ ടെഡെക്സിൻ്റെ ആ ആംബിയൻസ് എന്നൊക്കെ പറയുമ്പം. സോ ഫുൾ നമ്മൾ റൗണ്ട് ടേബിളൊക്കെ ഇട്ട് മറ്റേ ചെയർസ് ആണെങ്കിലും ടേബിൾ ആണെങ്കിലൊക്കെ അലങ്കരിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഇത് ബ്രേക്കിന് ഞാൻ കുക്കീസ് കഴിക്കുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ ബ്രേക്കിനാണെങ്കിലും ഓരോ ടോക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്. അങ്ങനെ നമ്മൾ റേഡിയോയിൽ വന്നിരിക്കുക കേട്ടോ. നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇന്ന് ഈ സ്റ്റുഡിയോയിലാണ് കേട്ടോ ലൈവ് ഒക്കെ പോകുന്നത്. സോ ലൈവിന് വേണ്ടി അവിടെ ആർജ റെഡി ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ അതുകൊണ്ട് നമ്മൾ കോൺഫറൻസ് ഹാളിലായിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഹലോ, കേൾക്കാവോ ചേട്ടാ? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കോൺഫറൻസ് റൂമിൽ വന്നേക്കാണ് റേഡിയോയിൽ. ആൻഡ് യെസ് ഇവിടെ ഇരുന്നാണ് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത്. ഈ 2 മൈക്കായിരിക്കും ഓപ്പോസിറ്റ് ഇരുന്ന്. അങ്ങനെ നമ്മുടെ അടുത്ത ഇൻ്റർവ്യൂ ആയിരിക്കുകയാണ്. ആൻഡ് ഇപ്രാവശ്യം ഇന്ത്യൻ നേവി വെറ്ററൻ മാനിക് മെഹ്ത്ത ആണ് ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരു കോൺസെഷണൽ രീതിയിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഇതൊരു കോമൺ ഓഡിയൻസ് കേൾക്കുന്ന ടൈപ്പ് ഓഫ് റേഡിയോ ആണ്. അപ്പുറത്തതേ ലൈവ് നടക്കുകയാണ് ഗൈസ്. മാനിക് സാറിൻ്റെ സമയത്ത്, സാറിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ വ്ളോഗിനെ പറ്റി ഞാൻ ആലോചിക്കുന്ന പോലും ഇല്ല. ആകെ ഞാൻ ആ ഇൻ്റർവ്യൂവിനെ പറ്റി മാത്രം കേട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വേറെ വീഡിയോ ക്ലിപ്സ് ഒന്നും എൻ്റെ കയ്യിൽ ആഡ് ചെയ്യാൻ വേണ്ടിയില്ല. ആ ഒരു ടൈമിൽ എൻ്റെ മനസ്സിലോട്ട് വ്ളോഗിൻ്റെ കാര്യം പോലും വന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ 2 സെലിബ്രിറ്റീസിനെ കണ്ടായിരുന്നു. ശ്രീവിദ്യ ചേച്ചി ആൻഡ് രാഹുൽ ചേട്ടനെ നമ്മളിത് കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു. സോ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഇൻ്റർവ്യൂ എടുക്കാനല്ല പോയേക്കുന്നത്. അവരെ റേഡിയോയിലോട്ട് അക്കമ്പനി ചെയ്തു. വേറെ ആരോ വ്ളോഗ് ചെയ്തു. അപ്പോഴാണ് ഞാനിങ്ങനെ എനിക്ക് വേണമെങ്കിൽ ചെയ്തുവിടായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്. ഓക്കെ ഗൈസ്, അങ്ങനെ രാഹുൽ ചേട്ടനും ശ്രീവിദ്യ ചേച്ചിയായിട്ടും നമ്മൾ റേഡിയോയിൽ വന്നു. ആൻഡ് RJ അമ്മു ആണ് അവിടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത്. ഞാനും ചിന്നും കൂടെ അമൽജ്യോതി കോളേജിൽ ഒരു ടെഡെക്സിന് പോയവരെയാണ്. രാവിലെ 11:30 തന്നെ വീട്ടിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. വഴിയിലെ മഴയും ചെറിയ ചായയും തണുത്ത കാറ്റുമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ 2 മണി കൂടി അമൽജ്യോതിയിലെത്തി. സോ ഗൈസ്, ഇതായിരുന്നു ഗുഡീസായിട്ട് കിട്ടിയ. ഞാൻ അപ്പുറത്തോട്ട് പോയ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡിയോണ എന്നവളുടെ പേര്, അവൾ എനിക്ക് ആക്ച്വലി എടുത്തു വെച്ചു ഇത് അവരോട് പറഞ്ഞിട്ട്. അല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കിട്ടില്ലായിരുന്നു. ഐ എം സോ താങ്ക്ഫുൾ ടു ഹർ. ഞാൻ അവളോട് പറഞ്ഞില്ല, പക്ഷെ അവളത് കണ്ടറിഞ്ഞ് ചെയ്തു. വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഗൈസ്. നമ്മളെ ദൈവം ഓരോരുത്തരെ വെച്ചിട്ട് കരുതുന്നത് നമ്മൾ ശരിക്കും കാണിച്ചു തരുന്ന പോലെ. ഒരു ബുക്ക് ഉണ്ട് ഗൈസ്. പിന്നെന്താ ഉള്ളത്, ഒരു ബോട്ടിലുണ്ട് ഗൈസ്. നല്ല ബോട്ടിൽ, എനിക്കിഷ്ടമായി. സോ യെസ്, സെർവൽ എന്നാണ് കമ്പനിയുടെ പേര്. പിന്നെ വേറൊരു സാധനം ഹണി സോക്ഡ് മിക്സ്ഡ് നട്ട്സ് എന്ന് പറഞ്ഞിട്ട് ടെഡെക്സിൻ്റെ ലേബിളിൽ തന്നെ ന്യൂട്രീനോ അവരുടെ തന്നെ. ഇതിനകത്ത് മറ്റേ ആൽമണ്ടും കാഷ്യൂവും പിന്നെ വാൾനട്ടും ഉണ്ട് ഗൈസ്. അപ്പം അത് പിന്നെ ഒരു പേനയുണ്ട് ഗൈസ്. അപ്പം ഇതാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. യെസ്, ഒഫീഷ്യലി ടാറ്റ പറഞ്ഞിറങ്ങാണ് 2 മാസം. യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വരും, പിന്നെ പോവും. ഈ റൂമിലായിരിക്കില്ല പിന്നെ. അയ്യോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഇങ്ങനെ പോയാൽ കോളേജ് വിട്ടു പോകുമ്പോൾ എങ്ങനെയായിരിക്കും. യെസ്, അപ്പം പപ്പൈ അല്ല ലൈറ്റ്. ഒരു ബസ് വരുന്നുണ്ട്, മിക്കവാറും അത് നമ്മുടെ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഒരു ഷോർട്ട് ബട്ട് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. പക്ഷെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു എന്ന് എനിക്കറിയാം. ബട്ട് ദെൻ നമ്മൾ ട്രാവലിംഗ് ആയിരുന്നു. നമ്മൾ പുറത്തോട്ട് ഒരു ഇവൻറ്റിൻ്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് തിരിച്ച് വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ അത് കീപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടിൽ വി മീറ്റ് അഗെയിൻ. സ്മൈൽ മോർ.